എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ആവേശത്തിന്റെ സകല അതിരുകളും ഭേദിച്ച് 2026 IPL-ലെ 29ാം മത്സരം കാണികളുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിച്ച ഒരു യഥാർത്ഥ സിനിമാറ്റിക് അനുഭവമായിരുന്നു. പഞ്ചാബ് കിങ്സും ലക്നൌ സൂപ്പർ ജയന്റ്സും തമ്മിൽ നടന്ന ഈ തീപാറുന്ന പോരാട്ടത്തിൽ ലക്നൌവിനെ 54 റൺസിന് നിഷ്കരുണം തകർത്തെറിഞ്ഞ് പഞ്ചാബ് പോയിന്റ് പട്ടികയുടെ സിംഹാസനത്തിൽ ഒന്നാമതായി അഭിമാനത്തോടെ ഉപവിഷ്ടരായി. എന്നാൽ ഈ ചരിത്ര വിജയത്തിന്റെ യഥാർത്ഥ നായകൻ മറ്റാരുമായിരുന്നില്ല. ലക്നൌ ബോളർമാരുടെ നട്ടെല്ലൊടിച്ച് മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച് 24 വയസ്സുകാരൻ പ്രിയാൻഷ് ആര്യയായിരുന്നു ആ അദ്ഭുത താരം. ടോസ് നേടിയ ലക്നൌ ക്യാപ്റ്റൻ ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ വരാനിരിക്കുന്ന ആ ബാറ്റിംഗ് കൊടുങ്കാറ്റിനെക്കുറിച്ച് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പഞ്ചാബിന്റെ ഓപ്പണർ പ്രഭ്സിമ്രൻ സിംഗ് തുടക്കത്തിൽ തന്നെ കൂടാരം കയറിയെങ്കിലും പിന്നീട് മൈതാനത്ത് കണ്ടത് അക്ഷരാർത്ഥത്തിൽ ഒരു വിസ്ഫോടനമായിരുന്നു. തുടക്കം മുതൽ തന്നെ ആക്രമണോത്സുകതയുടെ പര്യായമായി മാറിയ പ്രിയാൻഷ് ആര്യ വെറും 37 പന്തുകളിൽ നിന്ന് 4 ബൗണ്ടറികളും ആകാശത്തെ ചുംബിച്ച 9 കൂറ്റൻ സിക്സറുകളും ഉൾപ്പെടെ 93 റൺസ് അടിച്ചുകൂട്ടി. അയാളുടെ ഓരോ ഷോട്ടിലും സ്റ്റേഡിയം ആവേശത്താൽ വിറകൊണ്ടു. പ്രിയാൻഷിന് ഉറച്ച പിന്തുണയുമായി എത്തിയ കൂപ്പർ കൊനോലിയും ഒട്ടും മോശമാക്കിയില്ല. തുടക്കത്തിൽ സംയമനം പാലിച്ചെങ്കിലും പിന്നീട് സംഹാരരൂപം പൂണ്ട കൊനോലി 46 പന്തുകളിൽ നിന്ന് 7 ബൗണ്ടറികളും 7 സിക്സറുകളും സഹിതം 87 റൺസ് നേടി ലക്നൌ ബോളർമാരെ നിഷ്പ്രഭരാക്കി. ഇരുവരും ചേർന്ന് പടുത്തുയർത്തിയ ആ കൂറ്റൻ കൂട്ടുകെട്ട് മത്സരത്തിന്റെ ഗതി പൂർണ്ണമായും പഞ്ചാബിന് അനുകൂലമാക്കി. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് ബാറ്റിംഗിൽ തിളങ്ങാനായില്ലെങ്കിലും ക്ഷണനേരം കൊണ്ട് അതിവേഗം 29 റൺസ് കൂട്ടിച്ചേർത്ത മാർക്കസ് സ്റ്റോയിനസും അവസാന ഓവറുകളിൽ വെറും 6 പന്തിൽ 17 റൺസ് അടിച്ചുകൂട്ടിയ ശശാങ്ക് സിംഗും ചേർന്ന് പഞ്ചാബിന്റെ സ്കോർ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 254 എന്ന ഹിമാലയൻ ലക്ഷ്യത്തിലെത്തിച്ചു. മുഹമ്മദ് ഷമിയും മൊഹ്സിൻ ഖാനും ഉൾപ്പെടെയുള്ള പരിചയസമ്പന്നരായ ലക്നൌ ബോളർമാർ ഈ റണ്ണൊഴുക്കിൻ ശരിക്കും പകച്ചുനിന്നു. പ്രിൻസ് യാദവും മണിമാരൻ സിദ്ധാർത്ഥും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തിയെങ്കിലും പഞ്ചാബിന്റെ കുതിപ്പിന് കടിഞ്ഞാണിടാൻ അവർക്കായില്ല. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 255 റൺസ് എന്ന പടുകൂട്ടൻ ലക്ഷ്യമാണ് മുന്നിലുണ്ടായിരുന്നത്. മിച്ചൽ മാർഷും 35 റൺസ് അതിവേഗം നേടിയ ആയുഷ് ബദോനിയും ചേർന്ന് പവർ പ്ലേയിൽ തന്നെ 60-ലധികം റൺസ് നേടി ലക്നൌവിന് ആവേശകരമായ തുടക്കം നൽകി. ബദോനി പുറത്തായ പിന്നാലെ മാർഷും പൊരുതി കളിച്ച് 40 റൺസ് നേടി മടങ്ങി. പിന്നീട് ക്രീസിലെത്തിയ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വെറും 23 പന്തിൽ 43 റൺസ് അടിച്ചുകൂട്ടി പ്രതീക്ഷകൾ സജീവമാക്കി. എന്നാൽ വമ്പൻ ഇന്നിംഗ്സ് പ്രതീക്ഷിച്ച നിക്കോളസ് പൂരൻ വെറും 9 റൺസിന് പുറത്തായത് ലക്നൌവിന് കനത്ത തിരിച്ചടിയായി മാറി. എയ്ഡൻ മാർക്രം 42 റൺസുമായി സ്കോർ ബോർഡ് ചലിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുതിച്ചുയരുന്ന റൺ റേറ്റ് അവരെ കടുത്ത സമ്മർദ്ദത്തിലാക്കി. മധ്യ ഓവറുകളിലും ഡെത്ത് ഓവറുകളിലും പഞ്ചാബിന്റെ ബോളർമാരായ അർഷ്ദീപ് സിംഗ്, മാർക്കു ജാൻസൺ എന്ന യുസ്വേന്ദ്ര ചാഹൽ എന്നിവർ തങ്ങളുടെ വിശ്വരൂപം പുറത്തെടുക്കുകയും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി റൺ റേറ്റിന് തടയിടുകയും ചെയ്തു. അവസാനം 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസ് എടുക്കാനേ ലക്നൌവിന് കഴിഞ്ഞുള്ളൂ. ഈ കൂറ്റൻ സ്കോറിംഗ് മത്സരത്തിൽ പഞ്ചാബിന്റെ തീപാറുന്ന പ്രകടനത്തിന് മുന്നിൽ ലക്നൌവിന്റെ പോരാട്ടം വിഫലമാവുകയായിരുന്നു. എന്നാൽ ഈ മത്സരത്തെ എന്നെന്നും അവിസ്മരണീയമാക്കിയത് ഗ്രൗണ്ടിലെ ബാറ്റ് ബോൾ പോരാട്ടങ്ങളല്ല, മറിച്ച് മത്സരശേഷം അരങ്ങേറിയ അതിവൈകാരിക നിമിഷങ്ങളാണ്. ഈ ഗംഭീര വിജയത്തിന് ശേഷം അർഹിച്ച മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയ പ്രിയാൻഷ് ആര്യ ചെയ്തത് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയം കവരുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരു നിമിഷം പോലും മടിക്കാതെ തന്റെ കരിയറിലെ ആ വലിയ നേട്ടം അവൻ സ്വന്തം ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് സ്നേഹത്തോടെ കൈമാറി. ആ കാഴ്ച കണ്ട് സ്റ്റേഡിയം മുഴുവൻ ഹർഷാരവം മുഴക്കി. ഡഗ്ഔട്ടിലിരുന്ന കളിക്കാരുടെ പോലും കണ്ണുകൾ ഈറനണിഞ്ഞു. ആ പുരസ്കാരം കൈകളിൽ ഏറ്റുവാങ്ങിയ ശ്രേയസ് അയ്യർക്ക് സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനായില്ല. ആ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ഒഴുകിയിറങ്ങി. ഇതൊരു വെറും ട്രോഫിയായിരുന്നില്ല, ഒരു ടീമിനുള്ളിലെ പരസ്പര വിശ്വാസത്തിന്റെയും ബഹുമാനത്തിന്റെയും ആഴത്തിലുള്ള ബന്ധത്തിന്റെയും ഏറ്റവും വലിയ തെളിവായിരുന്നു. തുടർന്ന് മൈക്ക് കൈയിലെടുത്ത അയ്യർ തന്റെ വാക്കുകളിലൂടെ വീണ്ടും ഏവരുടെയും ഹൃദയം കീഴടക്കി. പ്രിയാൻഷിന്റെ പക്വതയെ വാനോളം പുകഴ്ത്തിയ അയ്യർ പറഞ്ഞു, അവൻ ചെറുതാണ്, എന്നാൽ ഇത്രയും സമ്മർദ്ദമുള്ള കളിയിൽ അവനിലെ പക്വതയും ബഹുമാനവും അതിശയകരമാണ്. വ്യക്തിഗത നേട്ടങ്ങളെക്കാൾ അവന് വലുത് ടീമാണ്. തീർച്ചയായും ഭാവിയിലെ ഒരു വലിയ ഇതിഹാസ താരമായി അവൻ മാറുമെന്നും അയ്യർ ക്ലിച്ചു പറഞ്ഞു. തുടർന്ന് ഇത്രയും വലിയ സ്കോർ പ്രതിരോധിച്ച തന്റെ ബോളർമാരുടെ ആസൂത്രണത്തെയും ആത്മവിശ്വാസത്തെയും അദ്ദേഹം പ്രശംസിച്ചു. അതിനുശേഷം ക്രിക്കറ്റ് ഇതിഹാസങ്ങളായ രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഏതൊരു ക്രിക്കറ്റ് പ്രേമിക്കും രോമാഞ്ചം നൽകുന്നതായിരുന്നു. അവർ വെറും കളിക്കാരല്ല, ക്രിക്കറ്റിന്റെ സർവകലാശാലകളാണ്, നിറഞ്ഞ ബഹുമാനത്തോടെ അയ്യർ പറഞ്ഞു. രോഹിത് ഭായിയുടെ ടൈമിംഗും അദ്ദേഹത്തിന്റെ കൂളായ ക്യാപ്റ്റൻസിയും ഫീൽഡ് വായിച്ചെടുക്കുന്ന രീതിയും അപാരമാണ്. അതേസമയം വിരാട്ടിന്റെ ഊർജ്ജവും ഫിറ്റ്നസും തോൽവി സമ്മതിക്കാത്ത പോരാട്ടവീര്യവും നമ്മളെ എപ്പോഴും പ്രചോദിപ്പിക്കും. ഈ ഇതിഹാസങ്ങളിൽ നിന്ന് താൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടെന്ന് അയ്യർ പറഞ്ഞു. ഇത്തവണത്തെ ഫൈനലിൽ മുംബൈയെയോ RCBയെയോ നേരിടാൻ കഴിഞ്ഞാൽ അവരെ പരാജയപ്പെടുത്തണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ഏറ്റവും മികച്ചവരെ തോൽപ്പിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും മികച്ചവരാകുന്നതെന്നും അദ്ദേഹം ആവേശത്തോടെ കൂട്ടിച്ചേർത്തു.
ഭാവിയിൽ ഇന്ത്യൻ ടീമിനെ നയിക്കാൻ അവസരം ലഭിച്ചാൽ അതൊരു വലിയ സ്വപ്ന സാക്ഷാത്കാരമായിരിക്കുമെന്നും എന്നാൽ നിലവിൽ ഭയരഹിതമായ ക്രിക്കറ്റ് കളിച്ച് പഞ്ചാബ് കിങ്സിനെ കിരീടം ചൂടുകയാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വിജയം പഞ്ചാബിന്റെ പോയിന്റ് പട്ടികയിലാകാം, എന്നാൽ ശ്രേയസ് അയ്യരുടെ വാക്കുകളും പ്രിയാൻ ഷാരിയുടെ ബലത്തുണ്ട ഹൃദയവും വിജയിച്ചത് കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സുകളിലാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.